ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം പറഞ്ഞതുപോലെ ചെയ്താൽ മാത്രമേ ദൈവത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയുള്ളൂ. ദൈവം അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കുകയുള്ളൂ. ദൈവം പറഞ്ഞത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൃത്യമായി നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. ഒരു വചനം ഒന്ന് വായിക്കാം. ഹോശേയയുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവന് 10,000 കൽപ്പനയായി എഴുതി കൊടുത്താലും അവ അപൂർവ കാര്യമായി എണ്ണപ്പെടുന്നു. ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ ന്യായപ്രമാണത്തിലുള്ള അനേക സംഗതികൾ എഴുതി, പക്ഷേ അവർ അതിനെ അപൂർവ കാര്യമായി ചിന്തിച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് ദൈവം തന്നെ പറയുക, ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ ന്യായപ്രമാണത്തിലുള്ള അനേക സംഗതികൾ എഴുതി, പക്ഷേ അവർ അതിനെ അപൂർവ കാര്യമായി ചിന്തിച്ചു കളഞ്ഞു. തമിഴ് പുസ്തകത്തിൽ അത് എഴുതിയേക്കുന്നത് എൻ്റെ വേദത്തിൽ എഴുതി എന്നാണ് എഴുതിയേക്കുന്നത്. ന്യായപ്രമാണം എന്നിടത്ത് എൻ്റെ വേദത്തിൽ എഴുതി എന്നാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ വചനത്തിൽ എഴുതി എന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വചനം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഏതൊരു ദൈവമക്കളുടെയും ജീവിതത്തിലുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രധാനം. ഇപ്പോൾ വചനം കൃത്യമായിട്ട് എഴുതി പഠിച്ച് പ്രസംഗിച്ചു. ഇത് പ്രസംഗിക്കുന്നവൻ വിചാരിക്കുന്നത് ഇത് എനിക്കുള്ളതല്ലെന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റഡി ബൈബിളുകളെല്ലാം കൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും വചനം കണ്ടമാനം വായിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നായി. കാരണം വെച്ചാൽ ഈ സ്റ്റഡി ബൈബിളിലോട്ട് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒത്തിരി വാക്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നമുക്കൊരു ആവശ്യത്തിന് ഉപയോഗിക്കാമെങ്കിലും വചനം വായിക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചും ശുശ്രൂഷകനെ സംബന്ധിച്ചും വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ കേരളത്തിലെ പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ശുശ്രൂഷകന്മാരുടെ ഒരു ഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പ്രസംഗിക്കും പക്ഷേ ഇതൊന്നും എനിക്കുള്ളതൊന്നുമല്ല എന്ന് അവർ ചിന്തിക്കുന്നു, അവർ വിശ്വസിക്കുന്നു. ഞാനിത് പ്രസംഗിക്കും, ഇത് എനിക്കുള്ളതൊന്നുമല്ല. എനിക്കറിയാവുന്ന ഒരു വലിയ പ്രസംഗകൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറകിൽ നിന്ന് ഒരേ ബ്രാൻഡിലുള്ള ബ്രാൻഡി കുപ്പി ഒരു പിക്കപ്പ് നിറയെ കയറ്റിക്കൊണ്ട് പോയി എന്ന് ഈ അടുത്ത കാലത്ത് ഒരു പിക്കപ്പുകാരൻ എന്നോട് പറഞ്ഞു. ഒരു പിക്കപ്പ് നിറയെ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ശരിയായിരിക്കും എന്നറിയത്തില്ല. എന്നാൽ പോലും അങ്ങനെ പറയുമ്പോൾ ഇവരെന്താ പ്രസംഗിക്കുന്നത്? അപ്പോൾ പറയുന്നത് ഇത് നിങ്ങൾക്കുള്ളതാ, ഇത് എനിക്കുള്ളതല്ല. വചനം അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ദൈവമായ വചനം ശുശ്രൂഷകനോട് പറയുന്നത് പോലെ വ്യക്തികളോടും പറയുന്നു. അല്ല, ഇത് ഒരാളോട് തന്നെ പറയുന്നൊന്നുമല്ല, രണ്ട് കൂട്ടരോടും ഒരുപോലെ തന്നെയാണ് പറയുന്നത്. മറ്റുള്ളവരെ ഉപദേശിക്കുകയും അത് ശുശ്രൂഷിക്കുന്നവൻ അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ശുശ്രൂഷകനെ സംബന്ധിച്ച് ഇത് അവനൊരു അപൂർവ കാര്യമായിട്ട് തോന്നുന്നു. ഇതാ കർത്താവ് ന്യായപ്രമാണത്തിനകത്ത് എഴുതിയത്, ഹോശേയയുടെ പുസ്തകത്തിൽ എഴുതി, ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ ന്യായപ്രമാണത്തിലുള്ള അനേകം സംഗതികൾ എഴുതി, പക്ഷേ അവർ അതിനെ അപൂർവമായി ചിന്തിച്ചു കളഞ്ഞു. അവിടെ നമുക്ക് കൃത്യമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും ഇത് ശുശ്രൂഷകരുടെ ഭാഗത്ത് തന്നെ പറ്റുക. കാരണം ഇതൊന്നും കാര്യമായിട്ട് നോക്കുന്നും വായിക്കുന്നും പിടിക്കുന്നൊന്നും ഇല്ലല്ലോ, നല്ലൊരു ശതമാനം ജനവും. അതിൻ്റെ കുഴപ്പമാണ് ജനത്തിന് മുഴുവൻ. ഇത് കൈകാര്യം ചെയ്യുന്നവൻ എഴുതിയത് വായിച്ചിട്ട് അപൂർവ കാര്യമായി ചിന്തിച്ചു കളഞ്ഞു എന്നാ. അപ്പോൾ എഴുതിയത് വായിക്കുന്നത് അപൂർവമായിട്ട് ചിന്തിച്ച് കളയുമ്പോൾ അതിനകത്തുനിന്ന് വളരെ പ്രശ്നങ്ങൾ വരും. എന്നാൽ 40 വർഷം പ്രവൃത്തിദോഷം മൂലം കഷ്ടതയിൽ കഴിഞ്ഞ ജനം, ആ ജനത്തിന് ദൈവം തന്നെ രക്ഷാമാർഗമായി അതിൽ നിന്ന് വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 40 വർഷമൊക്കെ ഒരുത്തൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ അനുവദിച്ചു കൊടുത്താൽ അവന് പിന്നെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ പോലും അവൻ്റെ ജീവിതത്തിലെ സകല സുഖവും സ്വസ്ഥതയും സമാധാനം എല്ലാം പോകും. അങ്ങനെയെങ്കിൽ എൻ്റെ കഷ്ടത ദൈവം മാറ്റിത്തരുവാൻ എൻ്റെ വീട്ടിൽ ദൈവം ഒരു വഴി ഉണ്ടാക്കിത്തരും, ഞാൻ മാനസാന്തരപ്പെട്ടാൽ. വചനം വായിക്കാം. സങ്കീർത്തനം 112:3. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടെന്ന് ഈ ബൈബിളിൽ എഴുതുമ്പോൾ ആ ബൈബിളിൽ ഉണ്ടാകുമെന്ന് എഴുതിയേക്കുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. അതായത് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു വിശ്വാസി മാനസാന്തരപ്പെടുന്നെങ്കിൽ, വചനത്തിൻ്റെ വ്യവസ്ഥയെ നിൽക്കുന്നെങ്കിൽ ജീവിതകാലം മുഴുവനുള്ളതല്ല. ഒരു കാലത്ത് ഇതുണ്ടെങ്കിലും അവൻ യോഗ്യമായിട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ദൈവം അതെല്ലാം കറക്റ്റ് ചെയ്യും. പറയുന്നത് ഐശ്വര്യവും സമ്പത്തും അവൻ്റെ ഭവനത്തിലുണ്ട്, അവൻ്റെ നീതി എന്നേക്ക് നിലനിൽക്കുമെന്നാണ് ദൈവം പറയുന്നത്. എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? എൻ്റെ ശിരസ് ഉയർത്തുന്നതും അവിടുന്നാണ്, എൻ്റെ ശിരസ് താത്തുന്നതും അവിടുന്നാണ്. എൻ്റെ ശിരസ് ഉയർത്തുന്നത് അവിടുന്നാണെങ്കിൽ അത് യഹോവയാണ്, അത് യേശുവാണ്, അത് പരിശുദ്ധാത്മാവാണ്. എൻ്റെ തല സമൂഹത്തിൻ്റെ മുമ്പിൽ ഇപ്പം താണ് കിടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ തല ഉയർത്തുമെന്ന് തന്നെയാണ് പറയുന്നത്.
നമ്മൾ ഈ സങ്കീർത്തനത്തിലൊക്കെ നെടുനീളം വായിച്ചു കഴിഞ്ഞാൽ ഈ ദാവീദിൻ്റെയൊക്കെ ജീവിതത്തിലെ തുടക്കകാലത്തെ സകല പ്രശ്നങ്ങളിൽ നിന്നും അവൻ്റെ തലയെ ദൈവം ഉയർത്തി എന്ന് നമുക്ക് മനസ്സിലാകും. എപ്പോൾ ഞാൻ എൻ്റെ ദൈവമേ എൻ്റെ തല ഉയർത്തണമേ എന്ന് നിലവിളിക്കുന്നുവോ, ഏറ്റുപറയുന്നുവോ, നിലവിളിക്കുന്നുവോ, ദൈവം എൻ്റെ തല ഉയർത്താൻ തുടങ്ങും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13:18 വായിച്ചേ. യഹോവയുടെ ദൂതൻ അവനോട്, എൻ്റെ പേർ ചോദിക്കുന്നത് എന്ത്? അത് അതിശയമുള്ളത് എന്ന് പറഞ്ഞു. അതിശയമുള്ളവൻ, ദൈവത്തിൻ്റെ പേരിനെ കുറിച്ച് പറഞ്ഞതാണ് അതിശയമുള്ളവൻ. യഹോവ എന്ന പേരിൻ്റെ യഥാർത്ഥത്തിലൊരർത്ഥം ഒരിക്കലൊരു ദേവദാസൻ ശക്തമായി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ആർക്ക് എന്ത് എന്തും, ആർക്കും എന്തും എപ്പോഴും എവിടെയും എങ്ങനെയും ആകുവാൻ കഴിവുള്ളവൻ ആരോ അവനാണ് യഹോവ. ആർക്കും എന്തും എപ്പോഴും എവിടെയും എങ്ങനെയും ആകുവാൻ കഴിവുള്ളവൻ ആരോ അവനാണ് യഹോവ. ശൂന്യതയിൽ നിന്ന് നീ കാണുന്നതിനെ മുഴുവൻ സൃഷ്ടിച്ചവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ. അതാ ദൈവത്തിൻ്റെ പദ്ധതി. പരിശുദ്ധാത്മാവിനെ കൊടുത്തതിൻ്റെ മർമ്മം തന്നെ അതാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് സത്യത്തിൽ ദൈവസഭയുടെ അടിസ്ഥാനം. ഈ പരിശുദ്ധാത്മാവിനെ അപ്പസ്തോലന്മാരുടെ കൊടുത്ത് പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് ദൈവത്തിൻ്റെ സഭയെ പണിതത്. രക്ഷിക്കപ്പെടുന്നവരെ അനുദിനം ദൈവത്തിൻ്റെ സഭയിലോട്ട് പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർത്തുന്ന നമ്മൾ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമുക്ക് തരുന്നതും ദൈവസഭയ്ക്ക് കൊടുക്കുന്നതും. അതുകൊണ്ട് ഇവിടെ പറയുക, യഹോവയുടെ ദൂതൻ അവനോട് എൻ്റെ പേര് ചോദിക്കുന്നത് എന്ത്? എൻ്റെ പേര് അതിശയമുള്ളത് എന്നാണ്. അതിശയം, അതിശയങ്ങളുടെ ദൈവമാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ എൽ ഷഡായിയാണ്. എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. അങ്ങനെയെങ്കിൽ യേശു ഭൂമി വന്ന കാലത്ത് നോക്കിക്കേ, യേശു എന്ത് അത്ഭുതങ്ങൾ ചെയ്തു? കാനായിൽ വെള്ളം വീഞ്ഞാക്കി. അത് നിസ്സാര കാര്യമൊന്നുമല്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ മരിച്ചവരെ ഉയർപ്പിച്ചു, അനേക രോഗികളെ സൗഖ്യമാക്കി, അനേക ഭൂതബാധിതരെ വിടുവിച്ചു, അനേകരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. എന്തിന്? അവസാനം താൻ കാൽവരി കുരിശിൽ മരിച്ചു. അത് വലിയൊരു അതിശയമാണ്. മരിച്ചടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, 40 ദിവസം ശിഷ്യന്മാരുടെ കൂടെ നിന്നു. പിന്നീട് താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്ക് അന്തിമ നിർദ്ദേശങ്ങൾ കൊടുത്തു. കൃത്യമായി താൻ പോയി കഴിഞ്ഞ് 10-ാം ദിവസം പരിശുദ്ധാത്മാവ് വന്നു. ഇവിടെ എല്ലാം അതിശയങ്ങളുടെ പെരുമഴ തന്നെയാണ് നടത്തിയത്. എൻ്റെ ദൈവം, എൻ്റെ ശിരസ് ഉയർത്തുന്നവൻ, അതിശയങ്ങളുടെ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം, ശക്തനായ ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം, ചെങ്കടലിനെ പിളർന്ന ദൈവം, ജോർദാനെ പിളർന്ന ദൈവം. എന്നെ ശ്രമിക്കുന്ന സഹോദര, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നേരിടുന്ന വിഷയങ്ങൾ ദൈവം ഒരു ശിക്ഷണമായി അനുവദിച്ചതാണെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി മാനസാന്തരത്തോടെ ഇരിക്കുകയും ദൈവവചനമനുസരിച്ച് അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യുമെങ്കിൽ ദൈവം താങ്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. അത് കറക്റ്റാണ്. ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ ഭവനത്തിലുണ്ട്. അത് ഒന്ന് വെളിച്ചത്ത് വന്നാൽ മതി. അത് വരാൻ തടസ്സമായി ദൈവം ഒരു ശിക്ഷണം അതിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ദൈവസന്നിധിയിൽ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുമെങ്കിൽ ദൈവം നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെ സമ്പത്തും ഐശ്വര്യം കൊണ്ടുവരും. എങ്ങനെ കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ അവന് കഴിയും. അവൻ അങ്ങനെയായി ഭൂമി സൃഷ്ടിച്ചത്, അവൻ അങ്ങനെയായി പ്രപഞ്ചം സൃഷ്ടിച്ചത്. ലാസർ മരിച്ചഴുകിയവനെ വിളിച്ചേൽപ്പിച്ചത് അങ്ങനെയാണ്. അങ്ങനെ ചെയ്യാൻ കഴിയുന്നവൻ എൻ്റെ ശിരസ് ഉയർത്തുമെങ്കിൽ
എൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും എന്ന് നമുക്ക് ഉറപ്പിക്കണം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നല്ല വചനത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ദൈവം ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന വിഷയങ്ങളിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന ശിക്ഷണങ്ങളുടെ പുറകിൽ ഞാൻ എന്താണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാനും കർത്താവെ, എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരും ഗ്രഹിക്കുവാൻ ദൈവം ഇടയാക്കണമേ. കർത്താവെ, അത് പരിശുദ്ധാത്മാവ് അവർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കണമേ. പരിശുദ്ധാത്മാവിനോട് നിലവിളിച്ച് ചോദിക്കുവാൻ ദൈവം അവരെ പഠിപ്പിക്കണമേ. ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം അത് അവരെ പഠിപ്പിക്കുകയും അത് അവർ ഗ്രഹിക്കുകയും അതിനനുസരിച്ച് മാനസാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ വലിയ സമൃദ്ധി തിരികെ കൊടുക്കും എന്നതിനായി സ്തോത്രം. എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് കയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.